ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെരി ഗുഡ് മോർണിംഗ്. ഒരു സർക്കാർ ഉദ്യോഗം ലക്ഷ്യം വെച്ച് മുന്നോട്ട് സഞ്ചരിക്കുന്ന എല്ലാ പ്രിയ ഉദ്യോഗാർത്ഥികൾക്കുമൊപ്പം ഞാനും എൻ്റെ ചാനലും ഡ്രീം PSC വിത്ത് മീ. നമ്മുടെ ചാനലിൻ്റെ എക്കാലത്തെയും ചർച്ചാ വിഷയവും പഠന വിഷയവും പ്രതിപാദ്യ വിഷയവും ഒക്കെ LGS തന്നെയായിരുന്നു. ഇന്നത്തെ തൊഴിൽ വാർത്തയിൽ 2024 വേരിയസ് LGSനെ കുറിച്ച് വന്നിരിക്കുന്ന ഈ വാർത്ത നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് അപേക്ഷകരിൽ പകുതി പേർ പോലും പരീക്ഷ എഴുതിയിട്ടില്ല. സാധ്യതാ പട്ടിക ഫെബ്രുവരി മാർച്ചിൽ. നേരത്തെ പ്രിലിംസ് മെയിൻസ് സമ്പ്രദായം ഒഴിവാക്കി എന്ന് PSC പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിലും അപേക്ഷകരുടെ എണ്ണം 5 ലക്ഷത്തോളമായിരുന്നു. അതുതന്നെ പൊതുവെ കുറവ്. അതിൽ നിന്ന് 3,10,000 പേര് കൺഫർമേഷൻ നൽകിയെങ്കിലും 2 ലക്ഷം പേര് മാത്രമാണ് പരീക്ഷ എഴുതിയത്. ഈ കണക്കുകൾ നിങ്ങളുടെ മുന്നിൽ നിരത്തുന്നത് നിങ്ങൾക്കുള്ള സാധ്യതകൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ 2 ലക്ഷം പേരിൽ നിങ്ങൾക്കറിയാം 50% പേര് പരീക്ഷ വെറുതെ എഴുതാൻ, അറ്റൻഡ് ചെയ്യാൻ, കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പരീക്ഷ എഴുതിയവരാണ്. പിന്നെയുള്ള 1 ലക്ഷത്തിലാണ് മത്സരം അഥവാ കോമ്പറ്റീഷൻ ഉണ്ടാവുക. അതിൽ നിന്ന് 10% പേരെയെങ്കിലും റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ട്. 14 ജില്ലകളിലുമായിട്ടാണ് ഞാൻ പറഞ്ഞത്. 10% എന്ന് പറയുമ്പോൾ ടോട്ടൽ 14 ജില്ലകളിലും കൂടെ 10,000 പേരെങ്കിലും റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്കറിയാം, ടോപ്പ് മാർക്ക് വാങ്ങിച്ച കുറേയേറെ ഉദ്യോഗാർത്ഥികളുണ്ടാകാം. ഇനി ഏത് ചോദ്യം റദ്ദാക്കിയാലും ഏതൊക്കെ ചോദ്യങ്ങൾ തിരുത്തിയാലും വലിയ മാർക്കിൽ വ്യത്യാസം വരാതെ ഒരുപക്ഷെ ആദ്യത്തെ റാങ്കുകളിൽ വരുന്ന 10%ഓളം ആൾക്കാർ LDCയുടെ റാങ്ക് ലിസ്റ്റിലും ഉൾപ്പെടാൻ സാധ്യതയുണ്ട് എന്ന കാര്യം നമ്മൾ മറക്കാതിരിക്കുക. തിരുവനന്തപുരം ജില്ലയിലായിരുന്നു ഏറ്റവും കൂടുതൽ അപേക്ഷകരും ഏറ്റവും കൂടുതൽ പരീക്ഷ എഴുതിയവരും. ഏറ്റവും കുറവ് ഇടുക്കി ജില്ലയിൽ 6,136 പേര് പരീക്ഷ എഴുതി. 4 ഘട്ടങ്ങളിലായിട്ട് നവംബർ ഡിസംബർ മാസങ്ങളിൽ പരീക്ഷ നടന്നു. 1, 3, 4 ഘട്ടങ്ങളുടെ അന്തിമ ഉത്തരസൂചിക നേരത്തെ പ്രസിദ്ധീകരിച്ചു. വലിയ പ്രയാസമുള്ള ചോദ്യങ്ങളും ഏറ്റവും കൂടുതൽ പ്രസ്താവന ചോദ്യങ്ങളും ഉൾപ്പെട്ട 2ാം ഘട്ടത്തിൻ്റെ ആൻസർ കീ കഴിഞ്ഞ ആഴ്ചയാണ് പ്രസിദ്ധീകരിച്ചത്. 1, 3 ഘട്ടങ്ങളിൽ നിന്ന് 5 ചോദ്യങ്ങൾ ഒഴിവാക്കി. 1ാം ഘട്ടത്തിലെ ഒരു ആൻസർ തിരുത്തുകയും ചെയ്തു. പക്ഷേ തിരുത്തിയ ആൻസറിന് പ്രസക്തിയില്ല. 5 ചോദ്യങ്ങൾ ഒഴിവാക്കിയത് കൺസിഡർ ചെയ്ത് 1, 3 ഘട്ടത്തിൽ മാർക്ക് ഉണ്ടാവുക അല്ലെങ്കിൽ കട്ട് ഓഫ് പറയുക 95 മാർക്കിലായിരിക്കും കട്ട് ഓഫ് പറയുക. 4ാം ഘട്ടത്തിൽ 9 ചോദ്യങ്ങൾ ഒഴിവാക്കി. അവിടെ 91 മാർക്കിലായിരിക്കും കട്ട് ഓഫ്. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ഒഴിവാക്കപ്പെട്ടത് 2ാം ഘട്ടത്തിൽ. 11 ചോദ്യങ്ങൾ ഒഴിവാക്കി 2 ഉത്തരങ്ങൾ തിരുത്തി. അങ്ങനെ വരുമ്പോൾ 2ാം ഘട്ടത്തിൽ പരീക്ഷ എഴുതിയവർക്ക് 89-ലായിരിക്കും കട്ട് ഓഫ് പറയുക. 100-ൽ നിന്ന് 11 റദ്ദാക്കിയ ചോദ്യങ്ങൾ കുറച്ച് 89-ൽ കട്ട് ഓഫ് വരും. സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിക്കാൻ PSC കമ്മീഷൻ തീരുമാനമായി. കാരണം ഇപ്പോൾ നിലവിലുള്ള ലിസ്റ്റ് ജൂലൈ 17-ന് അവസാനിക്കും. അതിന് തൊട്ടടുത്ത ദിവസം പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരണമെങ്കിൽ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിക്കും. അതിനുശേഷം ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ, പിന്നെ മെയിൻ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക. ഈ പ്രക്രിയയിലേക്ക് PSC കടന്നിട്ടുണ്ട്. ജില്ല തിരിച്ച് അപേക്ഷ കൊടുത്തവരും പരീക്ഷ എഴുതിയവരുടെയും കണക്കാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. നമ്മുടെ നോർമൽ ഒരു കൺസെപ്റ്റ് എടുക്കുകയാണെങ്കിൽ 1 ലക്ഷം പേരിൽ 10% പേര് റാങ്ക് ലിസ്റ്റിൽ വരുമ്പോൾ 95-ൽ വരുമ്പോൾ ഏകദേശം 65-ന് മുകളിൽ മാർക്ക് കട്ട് ഓഫ് വരാൻ 65 ആ ഒരു റേഞ്ചായിരിക്കും കട്ട് ഓഫ്. ഏറ്റവും കുറവ് കട്ട് ഓഫ് നിങ്ങൾ പറയുന്ന പോലെ തന്നെ 2ാം ഘട്ടത്തിനായിരിക്കും. കാരണം അതിന് 89-ലാണ് മാർക്ക് ബേസ് മാർക്ക് വരിക. 100 എന്നുള്ളതിൽ 11 ചോദ്യങ്ങൾ ഒഴിവായി. ഈ ചോദ്യങ്ങൾ ഒഴിവാകുകയും ഉത്തരം തിരുത്തുകയൊക്കെ ചെയ്തപ്പോൾ കുറേ പേരുടെ മാർക്ക് താഴോട്ട് പോയിട്ടുണ്ട്. എനിവേ, നമ്മൾ കട്ട് ഓഫിനെ കുറിച്ചൊന്നും പ്രവചിക്കുന്നില്ല, അതിൻ്റെ ആവശ്യവുമില്ല. ഫെബ്രുവരിയിലോ മാർച്ചിലോ അടുത്ത മാസങ്ങളിലായിട്ട് PSC തന്നെ അത് പ്രസിദ്ധീകരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാകും. ഈ ഒരു വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് എൻ്റെ ഇപ്പോഴത്തെ ഈ വീഡിയോയുടെ ലക്ഷ്യം. തൽക്കാലം നിർത്തട്ടെ. നന്ദി.